എന്തിനീ ചിലങ്കകൾ എന്തിനീ കൈവളകൾ എൻ പ്രിയനെന്നരികിൽ വരില്ല എങ്കിൽ എന്തിനീ ചിലങ്കകൾ എന്തിനീ കൈവളകൾ എൻ പ്രിയനെന്നരികിൽ വരില്ല എങ്കിൽ. എന്താണ് ഭയങ്കര അർത്ഥവത്തായ പാട്ടൊക്കെ പാടണേ? സിദ്ധു വിളിച്ചില്ലേ? ഇന്ന് വിളിച്ചില്ല. ആ വെറുതെ അല്ലേ ഈ പാട്ടൊക്കെ പാടണേ. ചായ ഒരു ചായ എടുത്തടി. കൈയും കാലം കൊണ്ടല്ലോ എടുത്ത് കുടിച്ചുകൂടി. കൈയും കാലം എടുത്ത് കുടിച്ചുകൂടെ? നിനക്ക് എടുത്ത പ്രശ്നം എന്ത്? സൗകര്യം എടുത്തു തരാൻ. അമ്മ എന്തോന്ന് മാങ്കാല വർത്താനം അവൾക്ക്? ഇച്ചിരി അഹങ്കാരം കൂടുതലാ. ചായ എവിടെ? ചെവി പോലെ വീക്കറ്റ് ഞാൻ പിടിച്ചിട്ട് ചെവി വന്നിട്ടാണ് അല്ലറണത്. ഒരു ചായ ചോദിച്ചാ തരില്ലല്ലോ. എടാ നിനക്ക് ഇട്ട് കുടിച്ചോടാ. ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട്. അങ്ങനെ എന്തോ ലച്ചു ഇത് ഇങ്ങനെ ഇങ്ങനെ അലപ്പണ അലക്കിനെന്തിന്? ഞാനല്ലപ്പാ. ഇതിപ്പോ ഞാനിപ്പോ എന്ത് പറഞ്ഞാലും അച്ഛനിപ്പോ കുറ്റായിട്ടല്ലേ തോന്നുള്ളൂ. അയ്യോ അയ്യോ ക്ഷമിക്കണം. അയ്യോ 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 ക്ഷമിക്കണം. അയ്യോ അറിയാതെ പറഞ്ഞു. അയ്യോ അയ്യോ കൊച്ചമ്മ ക്ഷമിക്കണം. കൊച്ചമ്മ എന്തോ ഓവർ ആക്ടിങ് ആണത്. ഇത് പുറത്തുനിന്ന് ആരെങ്കിലും കണ്ടോണ്ട് തന്നെ എന്നെ പറ്റി എന്ത് വിചാരിക്കും? ഒന്ന് എല്ലാവരും ഇറങ്ങി പോയിട്ടുണ്ട്. കുറച്ച് പണിയുണ്ട്, അത് പെട്ടെന്ന് തീർക്കാൻ പറ്റും. കെട്ടിച്ച് വിട്ടതിന് ശേഷം ലച്ചു ഇച്ചിരി അഹങ്കാരം കൂടുതലാണ്. തറയിൽ നല്ല നിൽക്കണത്. അച്ഛാ നിർത്തിക്കോ, ഇതോടെ നിർത്തിക്കോ. ഇനി ഒരു തവണയും കൂടെ അച്ഛൻ ഈ കെട്ടിച്ചു വിട്ടെന്നുള്ള വാക്ക് പറഞ്ഞല്ലോ, ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ. എന്റെ പൊന്നു മക്കളെ കെട്ടിച്ച് വിട്ടാലും കെട്ടിച്ച് വിടുന്നുള്ളത് വേറെ എന്തോ പറയും. ഇതൊരു നാടൻ പ്രായമാണ്. പിന്നെ എന്ത് പറയാം? പെൺകുട്ടികളെ കല്യാണം കഴിച്ച് വിവാഹം കഴിച്ച് അയച്ചു കഴിഞ്ഞാൽ കെട്ടിച്ച് വിട്ടെന്ന് പറയും. അല്ലാതെ എനിക്ക് പറയാൻ പറ്റുമോ? ആ നാടൻ പ്രയോഗം ഉപയോഗിക്കണ്ടെന്നേ പ്രശ്നം തീർന്നില്ലേ? ഞാനൊരു കാര്യം പറയട്ടെ. സത്യത്തില് ഒരു സ്ത്രീയും പുരുഷനും കല്യാണം കഴിച്ച് പുതിയൊരു ജീവിതം ആരംഭിക്കുന്നു. അത് മാത്രമേ ഇവിടെ സംഭവിക്കുന്നുള്ളൂ, അല്ലാണ്ട് പൊതുവായിട്ട് വേറെ ഒന്നും സംഭവിക്കുന്നില്ല. പിന്നെ അല്ലാതെ സമൂഹം പറയില്ലേ അവളെ കെട്ടിച്ചുവിടാൻ വേണ്ടി നിർത്തിരിക്കുക, അല്ലെങ്കിൽ സ്ത്രീയെ ഒരു ഭാരമായി കണ്ട്, അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി ആയി കണ്ട് കെട്ടിച്ചുവിടാൻ വേണ്ടി മാത്രം സംസാരിക്കുന്ന ചില വാക്കുകളുണ്ടല്ലോ സമൂഹത്തിന്റെ. അതൊക്കെ അങ്ങ് മാറ്റണം. ഇനി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയാൻ പാടില്ല. ഇനി ഉപയോഗിക്കരുത് കേട്ടോ ഇങ്ങനത്തെ വാക്ക്. അറിയാതെ പറഞ്ഞു. എന്തായാലും ലച്ചുനെ കല്യാണം കഴിഞ്ഞ ശേഷം ഇച്ചിരി അഹങ്കാരം കൂടുതലാണ്. എന്തിനാ സിദ്ധുവിന്റെ വിഷയത്തെ പറ്റി സംശയം തുടങ്ങിയപ്പോഴേ ഞാൻ പറഞ്ഞ നിർത്തിക്കോളാം. ഇന്നിപ്പോ ശരിയാക്കി തരാം, എല്ലാം ശരിയാക്കി തരാം. ടൈപ്പ് വേണ്ട വേണ്ട തലേ കയറാം. കുറെ ദിവസം തുടങ്ങിയിട്ട് ഇതാണ് ഇത്രയും ശബ്ദം പറഞ്ഞു. അച്ഛോ ഒന്ന് ലച്ചു പൊട്ടിത്തെറിച്ച് നിൽക്കണോ? ഒരു പിടിക്കാണെങ്കോ സൂക്ഷിക്ക്. എന്തിനാ സൂക്ഷിക്കേ? കൂടി എന്റെ കുറ്റങ്ങൾ കുറെ അവളെ ഭർത്താവ് അടുത്ത് പറയും. അത്രല്ലേ ഉള്ളൂ. ഞാൻ സഹിച്ചു. പിന്നെന്തിനാ പേടിക്കണ? പോ. എന്റെ സിദ്ധു, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഡീൽ ചെയ്തോളാം. ഇല്ല, ഞാൻ പ്രശ്നമൊന്നും ഉണ്ടാക്കൂല. വിഷമായിക്കോട്ടെ, എനിക്ക് ഒരു കുഴപ്പമില്ല. ജീവിതമാകുമ്പോ അങ്ങനെയാണ്. ഇത് വിഷമം, സങ്കടം, ദേഷ്യം എല്ലാം ഉണ്ടാവും, സന്തോഷം എല്ലാം ഉണ്ടാവും. ഞാനത് തീരുമാനിച്ചതാണ്. ഞാൻ വിളിക്കാം. ശരി ശരി. ചേച്ചി അള്ളിന്റെ അടുത്ത് എന്ത് പറഞ്ഞേ? ഞാൻ പിന്നെ പറയാം. അമ്മ എന്തേ? അമ്മേ അമ്മേ എന്തിനാണ് ഇങ്ങനെ വിളിച്ചു പോണത്? അമ്മ, ഞാൻ സിദ്ധുവിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്ത് പണിയാണ് ലച്ചു നീ കാണിച്ചത്? അച്ഛൻ എന്തെങ്കിലും പറഞ്ഞു എന്ന് പറഞ്ഞത് ഉടനെ അവനെ വിളിച്ച് പറയേണ്ട വല്ല ആവശ്യമുണ്ടോ? അവന് വിഷമമായിട്ടുണ്ടാവൂലേ? അല്ലെങ്കിൽ തന്നെ അവൻ അച്ഛനെന്ന് പറഞ്ഞാൽ ഭയങ്കര കാര്യമാണ്. അതിന് സിദ്ധു എന്തിനാ വിഷമിക്കണേ? ഞാൻ പറയുന്ന കാര്യം കേട്ടാ സിദ്ധു സന്തോഷമായിട്ടേ ഉള്ളൂ. അല്ല, അപ്പൊ നീ അച്ഛനെ കുറിച്ച് പറയാനല്ലേ വിളിച്ചത്? അച്ഛനെ പറ്റി ഞാൻ എന്ത് പറയാന്? എനിക്ക് എന്ത് കാര്യം ഇരിക്കണം? അല്ല, അത് സിദ്ധു ഗൾഫിൽ പോകുന്നതിന് മുന്നേ എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യമാണ്. പക്ഷെ അന്ന് ഞാൻ സപ്പോർട്ട് ചെയ്തില്ല. പക്ഷെ ഇന്നിപ്പോ ഞാൻ വിളിച്ച് അങ്ങോട്ട് പറഞ്ഞു, അന്ന് സിദ്ധു പറഞ്ഞ കാര്യം ഞാൻ റെഡി ആക്കാന്ന്. അതെന്ത് കാര്യം ഒന്ന് പറന്ന്? അമ്മ, ഞങ്ങളുടെ വീടിന്റെ ലോണും ആ കാറിന്റെ ലോണും അടച്ചു തീർത്താലേ ഞങ്ങൾ പിന്നെ ഫ്രീ ആയമ്മ. ഇത് കാര്യം എന്നോട്ട് പറയണം. എപ്പോഴേ ഞാൻ പറഞ്ഞേ, മക്കളെ നിന്റെ ബാങ്കിൽ കുറച്ച് പൈസ ഇല്ലേ? പിന്നെ നിന്റെ ആഭരണം കൊണ്ട് പണയം വെക്കി. എന്നിട്ട് സിദ്ധുവിന്റെ അച്ഛനത്ത് കുറച്ചുകൂടെ കാശ് കൊണ്ട് മാറി. എന്നിട്ട് അങ്ങ് അടച്ചു തീർക്ക്. എന്തിനാ? അതിന്റെ ആവശ്യമൊന്നുമില്ല. വേറെ എന്തോരം വഴിയുണ്ട് ഇവിടെ. അല്ല, അതെങ്ങനെയാടി ഇപ്പൊ വേറെ വഴി? അത് അച്ഛനും അമ്മയും മനസ്സ് വെച്ചാൽ നടക്കും. അച്ഛനമ്മ മനസ്സ് വെച്ചിട്ട് ഈ 50 ലക്ഷം വേറെ ഏത് വഴി കൂടി തീർക്കാൻ നീ ഉദ്ദേശിക്കണ? മനസ്സിലായില്ല. അല്ല, എനിക്ക് തോന്നണേ, ഞാൻ അന്ന് പറഞ്ഞില്ലായിരുന്നോ ഈ പാറുവിന്റെ പേരിൽ ഒരു 3.5 ലക്ഷവും പിന്നെ ചിട്ടി പിടിച്ച 3 ലക്ഷവും പിന്നെ ഗോൾഡിന്റെ എല്ലാം കൂടി ചേർത്ത് ഒരു 4 ലക്ഷം, എല്ലാം കൂടി ഒരു 10-11.5 ലക്ഷം ഉണ്ടെന്ന് പറഞ്ഞില്ല? അതിന്റെ കാര്യമല്ലേ മോൾ പറഞ്ഞേ? അത് വേണ്ട, എടുത്തോ, കുഴപ്പമില്ല, തരാം. ആ കാശൊന്നും എനിക്ക് വേണ്ട. അതൊക്കെ അമ്മയുടെ സേവിങ്സ് അല്ല, അതൊക്കെ അവിടെ തന്നെ ഇരുന്നോട്ടെ. വേറെ വഴി ഉണ്ടല്ലോ. വേറെന്ത് വഴി? അതമ്മേ, സിദ്ധു എന്തായാലും ഗൾഫിൽ ഇനി ഒരു 5 വർഷം കൂടി ഉണ്ടാവുള്ളൂ. ഇപ്പൊ നമ്മൾ ഈ ലോണൊക്കെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ആ 5 വർഷം കൊണ്ട് ഉണ്ടാക്കുന്ന സമ്പാദ്യം ഉണ്ടല്ലോ, അത് എന്തെങ്കിലും ബിസിനസ്സിൽ നമുക്ക് ആഡ് ചെയ്യാം. സിദ്ധു എന്താ ഐഡിയ ഒക്കെ കണ്ടുവച്ചിട്ടുണ്ട്.
അല്ല അപ്പൊ ഈ ലോൺ എങ്ങനെ അടച്ചു തീർക്കും? ലോൺ അടച്ചു തീർക്കാന് അത് അച്ഛൻ്റെ അമ്മയുടെയും സ്ഥലം ഉണ്ടല്ലോ നെയ്യാറ്റിൻകരയില്, അത് നമുക്ക് വിറ്റാലോ? അല്ലെങ്കിൽ വേണ്ട, അതൊക്കെ അതങ്ങ് വിറ്റു, നമ്മൾ വിൽക്കാൻ തീരുമാനിച്ചു. അത് പോരെ? ഞാനേ സിദ്ധുവിനെ വിളിച്ച് കാര്യം പറയട്ടെ കേട്ടാ. എങ്ങനെ ഇരിക്കണ് കാര്യങ്ങള്? സ്നേഹം നടിച്ചു ഇവിടെ നിന്നപ്പോഴേ വിചാരിച്ചു. അമ്മ വന്ന് വാ വാ. അതാണ് അല്ല അമ്മ, അവള് പറഞ്ഞത് നല്ല കാര്യം തന്നെയല്ലേ. അവളുടെ ബാധ്യതയൊക്കെ തീർന്നു കഴിഞ്ഞാൽ അവൾക്ക് അടിച്ചു പൊളിച്ച് അടിപൊളിയായിട്ട് ജീവിക്കാലോ. അതുകൊള്ളാം, നല്ല കാര്യം തന്നെ. പക്ഷെ അവൾക്ക് മാത്രം അടിച്ച് പൊളിച്ച് ജീവിച്ചാൽ മതിയാ, നിങ്ങൾക്ക് അടിച്ച് പൊളിച്ച് ജീവിക്കാൻ വേണ്ടേ? അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? നമ്മളെടുത്ത് അവൾ ഒരു ആവശ്യം പറയുമ്പോൾ നമ്മൾ സഹായിച്ചു കൊടുക്കണ്ടേ? അല്ല, അവള് ഭാഗത്ത് നിന്ന് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ന്യായമാണ്. കാരണം പൈസ ചോദിക്കുന്നു, വസ്തു ചോദിക്കുന്നു. കാരണം അവർ സ്ത്രീധനമൊന്നും നമ്മൾ ചോദിച്ചിട്ടില്ല. ചോദിച്ചായിട്ട് നമ്മൾ സ്ത്രീധനം കൊടുക്കാനും പോണില്ല അല്ലേ? നമ്മളെ വസ്തു നമ്മളെ പിള്ളേർക്കുണ്ട്, അത് ചോദിച്ചായിട്ട് നമ്മൾ കൊടുക്കണം. പക്ഷേ നോക്കിയും കണ്ടൊക്കെ കൊടുക്കാവൂ, ആലോചിക്കണം കേട്ടോ. എനിക്കതല്ല, സിദ്ധു വസ്തുവിൻ്റെ കാര്യം ചോദിച്ചപ്പോഴാണ് എനിക്ക് ആളെപ്പടി കിട്ടിയത്. കാരണം പോവല്ലേ ഉള്ളിലിരിപ്പ് അറിയൂ, അണ്ടിയോട് അടുക്കുമ്പോഴേ മാങ്ങാരി പൊളി അറിയൂ. എന്നാലും ലച്ചിപ്പെണ്ണ് ഒറ്റയടിക്കേറെ നേരത്തെ വസ്തുവിനെ പറ്റി ചോദിച്ചു കളഞ്ഞല്ലേ. സിദ്ധുവിന്റെ അടുത്ത് കാര്യം പറഞ്ഞായിരുന്നു. സിദ്ധുവിന് പക്ഷെ ഭയങ്കര ചമ്മല്. നമ്മളും ചമ്മിയിരിക്കുകയാണ്. എന്താ ക്ഷമയതേ? ഒന്നുമില്ല. അച്ഛൻ ഇവിടെ നിന്ന് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുകയായിരുന്നല്ലേ? ഇവരുടെ മുഖം കണ്ട എനിക്കറിയാലോ അച്ഛന് ആ സ്ഥലം തരാൻ വലിയ താല്പര്യമൊന്നുമില്ലെന്ന്. വേണേ മനസ്സിൽ ഓരോ വെച്ച് തന്തല്ല പറഞ്ഞിട്ടല്ല. അമ്പത് എഴുതി തന്നേക്കാം, വിലാധാരായിട്ടോ തീറാധാരായിട്ടോ ഇഷ്ടധാരായിട്ടോ എങ്ങനെ എഴുതി തന്നേക്കാം. അച്ഛാ, വലിയ ജന്മി കുടുംബാന്ന് വിചാരിച്ചത് വായി തോന്നിയത് വിളിച്ച് പറയരുത്. ഇഷ്ടദാനം അത് ഓക്കെ, ഞാൻ സമ്മതിച്ചു. മറ്റേത് തീരാധാരമാണ്, അതായത് സെയിൽ ഡീഡ്. പ്രതിഫലം പറ്റിക്കൊണ്ട് ആർക്ക് വേണമെങ്കിലും രജിസ്റ്റർ ചെയ്ത് കൊടുക്കാവുന്ന ആധാരം. ഞാനേ വിലക്ക് മേടിക്കാനല്ല ഇവിടെ വന്നത്. അതെ, ഇതൊക്കെ കാര്യങ്ങളൊക്കെ അറിയാം. അറിഞ്ഞിട്ട് തമ്പിയെ കുറെ വസ്തു ക്രയവിക്രയങ്ങൾ ചെയ്തിട്ടുണ്ട്. തന്റെ പേരായിട്ടും പോക്കുവരവായിട്ടും പിന്നെ തീരാധാരമായിട്ടും. അതുകൊണ്ട് എന്നെ പഠിപ്പിക്കാൻ പറഞ്ഞത് കേട്ടോ. എന്തോന്ന് വെച്ചാൽ ഞാനിപ്പോ എവിടെ നിൽക്കണത്? വില്ലേജ് ഓഫീസിൽ അല്ലെങ്കിൽ എന്റെ വീടിന്റെ അടുക്കളയല്ല. ഇവിടെ വസ്തുവിന്റെ കാര്യത്തിൽ എപ്പോ എങ്ങനെ എന്ത് വേണമെന്ന് ബാലാന്തി നമുക്ക് നന്നായിട്ട് അറിയാം. ഒരു സമയം ആധാരം എഴുത്താപ്പിച്ചാണ് ഞാൻ കിടന്ന് തുടങ്ങിയത്, അറിയാം. നിർത്തി കുറെ നേരം ഡയലോഗിക്കാൻ തുടങ്ങിയിട്ട്. അമ്മ, ആ രാഘാപൂപ്പർ അമ്മയ്ക്കും അച്ഛനും പേര് 50 സെന്റ് സ്ഥലം എഴുതി തന്നപ്പോഴേ നിങ്ങൾ എന്തെങ്കിലും രജിസ്ട്രേഷന്റെ ഫീസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആ ആധാരത്തിൽ നമ്മൾ തുക എഴുതുമല്ലോ, അതിലെന്തെങ്കിലും മാറ്റം കള്ളത്തരം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അയ്യോ, രാഘവമാമൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. എല്ലാ കാര്യത്തിലും കൂടെ വന്നിട്ടേ ഉള്ളൂ അല്ലേ? എല്ലാ കാര്യത്തിലും കൃത്യനിഷ്ഠത. ഇതാണ് രാഘവമാമൻ. ഈ കാര്യത്തിനൊക്കെ അച്ഛൻ കൂടെ ഉണ്ടായിരുന്നല്ലോ. എന്തെങ്കിലൊക്കെ പൊട്ടത്തരം കാണിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ഇനിയിപ്പോ കള്ളത്തരം കാണിച്ചിട്ടുണ്ടെങ്കിൽ 86 ലാൻഡ് റവന്യൂ ആക്ട് നിയമപ്രകാരം ഈ രജിസ്റ്റർ ചെയ്ത വസ്തു ഉണ്ടല്ലോ, അത് ജപ്തി കൊണ്ടുപോകാനുള്ള നിയമമുണ്ട്. അറിയോ വല്ലതും? അമ്മ, എനിക്ക് ആധാരം കാണണം. ഈ ആധാരത്തിന് മേൽ വേറെ നടപടിക്രമോ അല്ലെങ്കിൽ വല്ല ബാധ്യത അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ലല്ലോ. അല്ല, അച്ഛൻ കള്ളത്തരം കാണിക്കണോണ്ടോ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഈ പെണ്ണ് കുറെ നേരം കൊണ്ട് താറടിച്ച് കാണിക്കാൻ കേട്ടാ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 50 സെന്റ് സ്ഥലം തരാന്ന്. അത് തരാൻ മനസ്സിലായി. എവിടെ പോണ്? ആ സ്ഥലം എഴുതി തരാതെ അച്ഛനോട് അനങ്ങാൻ പറ്റില്ലല്ലോ. തരൂല തന്നില്ലെങ്കിൽ രണ്ടത്തെ കോടതി ആയിട്ട് നോക്കിക്കോ. പായ്മുളന്ന് ഇല്ലാടി, കോടതി പോ തയ്യാറായിക്കോ. നീ ലച്ചോ ഇവിടെ പോയത്? ലച്ചോയ് ചേച്ചേ, വെള്ളം പോയാ